എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ടാലൻറ്റും അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ച വിഷയം ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. പല കാര്യങ്ങളും നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടു. ഇന്നും നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഈ ഒരു വിഷയത്തെ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ശമൂവേൽ ബേത്ലഹേമിൽ കടന്നുപോയി ദാവീദിനെ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ അഭിഷേകം ചെയ്യുന്നു. അവിടെ പറയുന്നത്, ശമൂവേൽ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ദാവീദിൻ്റെ മേൽ വളരെ ശക്തിയായി ഇറങ്ങി വന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു അഭിഷേകം ദാവീദ് അവിടെ പ്രാപിക്കുന്നു. പക്ഷെങ്കിൽ അതിനുശേഷം മുൻപോട്ട് വായിക്കുമ്പോൾ അതേ അധ്യായത്തിൽ കൊട്ടാരത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ രാജാവ് ശൗലിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുന്നു. പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. ഒരു ദുരാത്മാവ് അവൻ്റെ മേൽ വരുന്നു. ദുരാത്മാവ് വരുമ്പോഴെല്ലാം അവൻ വളരെയധികം ടോർമെൻറ്റഡായി പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കണ്ടിട്ട് കൊട്ടാരത്തിലെ അവൻ്റെ ജോലിക്കാരെല്ലാം കൂടെ ഒരു തീരുമാനം. ഇത് നമ്മൾ വായിക്കുന്ന 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ മലയാളത്തിൽ പറയുന്നത്, കിന്നര വായനയിൽ നിപുണനായ ഒരാളെ നമ്മൾക്ക് കണ്ടെത്താം. കിന്നര വായനയിൽ നിപുണനായ, അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ താലന്ത് പരിശോധന നടത്താറില്ല, അതുപോലെ ഒരു താലന്ത് പരിശോധന നടത്തി കിന്നര വായനയിൽ ഒരു മിടുക്കനെ നമുക്ക് കണ്ടെത്താം. അവൻ കിന്നരം വായിക്കുമ്പോൾ രാജാവിന് ഒരു ആശ്വാസം ലഭിക്കും. അങ്ങനെ അവർ തീരുമാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മധ്യത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നമ്മൾ ഈ താലന്ത് പരിശോധന ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, ആരെയും ഇങ്ങനെ പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒരാളെ എനിക്കറിയാം, ബേത്ലഹേമ്യനായ യെശയ്യായുടെ മകൻ ദാവീദ്. അവൻ കിന്നര വായനയിൽ നിപുണനാണ്. അങ്ങനെ ദാവീദ് കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ്റെ മേൽ അഭിഷേകമുണ്ട്, അവൻ അഭിഷക്തനാണ്. പക്ഷെ അവൻ്റെ അഭിഷേകം കാരണമല്ല അവൻ ഇപ്പോൾ കൊട്ടാരത്തിലെത്തിയത്, അവൻ്റെ താലന്ത് കാരണമാണ്. അവൻ്റെ കഴിവും മിടുക്കും ആ ഒരു ടാലൻറ്റ് കാരണം, കിന്നര വായനയിൽ നിപുണനായതുകൊണ്ടാണ് അവൻ അവിടെ എത്തുന്നത്. മുൻപോട്ട് വരുമ്പോൾ അടുത്ത അധ്യായത്തിൽ ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടുന്നു. ദാവീദ് ഗോലിയാത്തിനെ കൊന്നിട്ട് മടങ്ങി വരുമ്പോൾ രാജാവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ബാല്യക്കാരാ, നീ ആരാകുന്നു? നിന്റെ പേരെന്നതാണ്? എനിക്ക് നിന്നെ അറിയാനൊരു താല്പര്യം. ദാവീദ് പറയാണ്, ഞാൻ അങ്ങയുടെ ദാസൻ, ബേത്ലഹേമ്യനായ യെശയ്യായുടെ മകനാകുന്നു. ഓക്കെ, ചോദ്യം ഇവിടെ ഇതാണ്, ശൗലേ, ഇതിനു മുമ്പ് ദാവീദ് നിന്റെ കൊട്ടാരത്തിൽ തന്നെ ആയിരുന്നല്ലോ, പലപ്പോഴും നിന്റെ മുന്നേ ഇരുന്നല്ല കിന്നരം വായിച്ച്, എന്തുകൊണ്ട് അവനെ അറിയാൻ ശ്രമിച്ചില്ല? എന്തുകൊണ്ട് അവൻ്റെ പേര് ചോദിച്ചില്ല? നീ എവിടുത്തുകാരനെന്ന് എന്തുകൊണ്ട് അവനോട് ചോദിച്ചില്ല? എന്താ ഇപ്പോൾ ഒരു സ്പെഷ്യൽ താല്പര്യം? നമ്മൾ ശ്രദ്ധിക്കണം, ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന വഴിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശൗല് തൊട്ടടുത്ത് നിൽക്കുന്ന അബ്നേറിനോട് ചോദിക്കുക, അബ്നേരെ, ഈ പോകുന്ന ആരാ? ഇവൻ ഭയങ്കര മിടുക്കനാണല്ലോ, ഇവൻ്റെ പേരെന്തോ, ഒന്ന് കണ്ടുപിടിക്കോ? അബ്നേർ പറയോ, എനിക്കറിയത്തില്ല. ചോദ്യം ഇതാണ്, എന്ത് പറ്റി ശൗലിന്? ഇത്രയും നാള് ശൗലിൻ്റെ കൊട്ടാരത്തിൽ തന്നെ കിന്നരം വായിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ അന്നേരം ഒന്നും ഇവൻ ആരാണെന്ന് ചോദിച്ചില്ല. ഇപ്പോൾ അറിയാനൊരു താല്പര്യം. വ്യത്യാസം മനസ്സിലായോ ദൈവമക്കളെ? ശൗല് പറയാണ്, ഇവൻ കൊട്ടാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇവനെ പോലെ മിടുക്കന്മാരും പലരും ഉണ്ടായിരുന്നു. അവിടെ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഇസ്രായേൽ രാജ്യത്തിലെ ഏറ്റവും വലിയ മിടുക്കനായ ഷെഫ്, അതുപോലെ ഓരോരുത്തരും അവരവരുടെ ഏരിയയിൽ ഏറ്റവും നിപുണനായിരുന്നു. അതിനകത്ത് ഇപ്പം ഇവൻ അവൻ്റെ ഏരിയയിൽ നിപുണൻ. അവൻ്റെ പേരിപ്പം ഞാൻ പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് എന്നെ എടുക്കാനാ? അവൻ കൊട്ടാരത്തിലെ മറ്റു പണിക്കാരെ പോലെ ഒരു പണിക്കാരൻ, അത്രയേ ഉള്ളൂ. ശൗൽ അന്നേരം അങ്ങനെയാ കണ്ടത്. പക്ഷെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ശൗലിന് മനസ്സിലായി, ഇത് കഴിവല്ല, ഇത് ടാലൻ്റ് അല്ല, ഇതെന്തോ വ്യത്യാസമുണ്ട്. ഇവൻ്റെ മേൽ എന്തോ ഒരു ദർ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഇവൻ എന്താണെന്നറിയോ? ശൗല് നോക്കിയപ്പോൾ യുദ്ധത്തിന് അഭ്യസിച്ച മിടുക്കന്മാരാണ് ശൗലിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും. ഇവർക്കാർക്കും ഇല്ലാത്ത ധൈര്യം ഇവനിലുണ്ടെങ്കിൽ ഇവനിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന് ശൗലിന് മനസ്സിലായി. ശൗല് അവനെ അറിയാൻ ശ്രമിച്ചു, അവൻ്റെ പേരറിയാൻ ശ്രമിച്ചു. അതിനുശേഷം മുൻപോട്ട് പറയുന്നത്, ശൗൽ അവനെ പിന്നെ വീട്ടിലേക്ക് വിട്ടില്ല, അവനെ കൊട്ടാരത്തിൽ തന്നെ വെച്ചു എന്നാണ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, വ്യത്യാസം മനസ്സിലായോ? താലന്തും അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ദൈവമക്കൾ 2 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരു ദൈവ പൈതൽ എന്ന് നമ്മളെ തന്നെ വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ടാലന്തിൽ ആശ്രയിക്കാറുണ്ടില്ലേ? താലന്ത് നല്ലതാണ്, ഒരു പരിധി വരെ അത് നമ്മളെ കൊണ്ടുപോകും.
പക്ഷെ ദൈവത്തിൻ്റെ ആ വിളിയിൽ, ദൈവത്തിൻ്റെ ആ ഒരു ഡെസ്റ്റിനിയിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ താലന്തിൽ ആശ്രയിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ആശ്രയിക്കണം. രണ്ടാമത്തെ കാര്യം, ലീഡർഷിപ്പിലുള്ളവരാരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പാസ്റ്റർമാരോ ലീഡേഴ്സോ ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സോ സഭകളിൽ ഉള്ള ആൾക്കാരോ ലീഡേഴ്സോ ആരെങ്കിലും, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വിവേചന വരത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് അബദ്ധം പറ്റാം. നമ്മൾ ഉള്ളവരെ കണ്ടിട്ട്, താലന്ത് കണ്ടിട്ട് അഭിഷേകമാണെന്ന് നമുക്ക് ചിലപ്പോൾ അബദ്ധം പറ്റാം. നമ്മൾ പലപ്പോഴും പലരെയും പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ താലന്ത് കണ്ടിട്ടാണ്, അവരുടെ അഭിഷേകമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്കൊന്നെത്താം. താലന്തല്ല, അഭിഷേകത്തിൽ നമുക്ക് ഊന്നി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.